എല്ലാവർക്കും ബുക്ക്ലെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSCക്ക് വേണ്ടിയിട്ടുള്ള NCERT ജോഗ്രഫി ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ എയർലൈൻസിന്റെ ചരിത്രം. 1911 ഇന്ത്യയിലെ വ്യോമഗതാഗതം ആദ്യമായി അലഹബാദ് മുതൽ നൈനി വരെ ആരംഭിച്ചു. 1947 ഇന്ത്യൻ നാഷണൽ എയർവേസ്, ടാറ്റ സൺസ് ലിമിറ്റഡ്, എയർ സർവീസ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ എയർവേസ് എന്നീ 4 പ്രധാന കമ്പനികൾ വ്യോമഗതാഗതം ലഭ്യമാക്കി. 1951 ഭാരത് എയർവേസ്, ഹിമാലയൻ ഏവിയേഷൻ ലിമിറ്റഡ്, എയർവേസ് ഇന്ത്യ, കലിംഗ എയർലൈൻസ് എന്നീ 4 കമ്പനികൾ കൂടി സേവന രംഗത്ത് വന്നു. 1953 വ്യോമഗതാഗതം ദേശസാൽക്കരിക്കപ്പെടുകയും എയർ ഇന്ത്യ ഇന്റർനാഷണൽ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ 2 കോർപ്പറേഷനുകൾ രൂപം കൊള്ളുകയും ചെയ്തു. ഇന്ന് ഇന്ത്യൻ എന്നത് ഇന്ത്യൻ എയർലൈൻസ് അറിയപ്പെടുന്നത്. റേഡിയോ. 1923 റേഡിയോ ക്ലബ് ഓഫ് ബോംബെയിലൂടെയാണ് ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. അന്ന് മുതൽ ഇത് വമ്പിച്ച പ്രശസ്തി നേടുകയും ജനങ്ങളുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് റേഡിയോ ഓരോ വീട്ടിലും സ്ഥാനം നേടി. ഈ സാഹചര്യത്തിൽ സർക്കാർ റേഡിയോ എന്ന ജനപ്രിയ ആശയവിനിമയ മാർഗത്തെ 1930 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ നിയന്ത്രണത്തിലാക്കി. 1936 ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആയും 1957 ഇത് ആകാശവാണിയായും മാറി. 1923 റേഡിയോ ക്ലബ് ഓഫ് ബോംബെ 1930 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാക്കി. 1936 ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആയും 1957 ആകാശവാണിയായും മാറി. ടെലിവിഷൻ. ജനങ്ങളിലേക്ക് വിവരങ്ങൾ വിനിമയം ചെയ്യുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനുമുള്ള ഏറ്റവും ഫലപ്രദമായ ദൃശ്യ-ശ്രാവ്യ മാധ്യമമായി ടെലിവിഷൻ മാറിക്കഴിഞ്ഞു. 1959 ആദ്യം ആരംഭിക്കുമ്പോൾ ടെലിവിഷൻ സേവനം ദേശീയ തലസ്ഥാനത്ത് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. 1972 ശേഷം മറ്റനേകം കേന്ദ്രങ്ങളിലും പ്രവർത്തനക്ഷമമായി. 1976 ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വേർപെടുത്തി ദൂരദർശൻ എന്ന പേരിൽ ടിവിക്ക് സ്വതന്ത്ര അസ്തിത്വം നിലവിൽ വന്നു. ഇൻസാറ്റ് 1A ദേശീയ ടെലിവിഷൻ DD1 പ്രവർത്തനക്ഷമമായതോടെ പൊതുദേശീയ പരിപാടികൾ അതിന്റെ ശൃംഖലയിലുടനീളം ആരംഭിക്കുകയും അതിന്റെ സേവനങ്ങൾ പിന്നോക്ക മേഖലകളിലേക്കും ഒറ്റപ്പെട്ട കുഗ്രാമങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയുമുണ്ടായി. 1959 ടെലിവിഷൻ ആരംഭിച്ചത്. അന്ന് ഇത് തലസ്ഥാന നഗരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1972 മുതൽ മറ്റനേകം കേന്ദ്രങ്ങളിലേക്കും പ്രവർത്തനക്ഷമമായി. 1976 ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വേർപെടുത്തി ദൂരദർശൻ എന്ന പേരിലെ ടിവിക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വം ലഭിച്ചു. ഘടന, ഉപയോഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഉപഗ്രഹ വ്യവസ്ഥയെ രണ്ടായി തിരിക്കാം. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഇൻസാറ്റ്, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് സിസ്റ്റം IRS. 1983 പ്രവർത്തനം ആരംഭിച്ച ഇൻസാറ്റ് എന്നത് ദീർഘദൂര ആശയവിനിമയം, കാലാവസ്ഥാ നിരീക്ഷണം, മറ്റ് വിവരങ്ങൾ, പരിപാടികൾ എന്നിവയ്ക്കായുള്ള വിവിധോദ്ദേശ ഉപഗ്രഹ വ്യവസ്ഥയാണ്. 1986 മാർച്ചിൽ റഷ്യയിലെ ബൊക്കാനോറിൽ നിന്നും IRS-1A വിക്ഷേപണത്തോടെ IRS ഉപഗ്രഹ വ്യവസ്ഥ ഉപയോഗക്ഷമമായി. ഇന്ത്യ തദ്ദേശീയമായി PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന ധ്രുവീയ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉപഗ്രഹങ്ങൾ വിവിധ സ്പെക്ട്രൽ ബാൻഡുകളായി വിവരങ്ങൾ ശേഖരിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് അവയെ ഭൂതല കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഇന്ത്യക്ക് 2 തരത്തിലുള്ള ഉപഗ്രഹ വ്യവസ്ഥയാണുള്ളത്. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഇൻസാറ്റ്, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് സിസ്റ്റം IRS. 1983 ഇൻസാറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ പ്രവർത്തനം ദീർഘദൂര ആശയവിനിമയവും കാലാവസ്ഥാ നിരീക്ഷണവുമാണ്. 1986 മാർച്ചിൽ റഷ്യയിലെ ബൊക്കാനോറയിൽ നിന്നിട്ടാണ് IRS-1 വിക്ഷേപണം. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ധ്രുവീയ ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് PSLV. മാനക രേഖാംശം നിശ്ചയിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പൊതുധാരണ നിലവിലുണ്ട്.
പൊതുവായിട്ട് 7 ഡിഗ്രി 30 മിനിറ്റിന്റെ ഗുണിതങ്ങളായ രേഖാംശ രേഖയാണ് മാനക രേഖാംശ രേഖയായിട്ട് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി 30 മിനിറ്റ് കിഴക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. വിശാലമായ കിഴക്കു പടിഞ്ഞാറ് വിസ്തൃതിയിൽ ഒന്നിലധികം മാനക സമയങ്ങളുള്ള ചില രാജ്യങ്ങളുണ്ട്. ഉദാഹരണമാണ് USA. USA-ക്ക് 7 സമയമേഖലകളുണ്ട്. ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര വരെ തന്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്തുന്നതിനും ഒരുമിപ്പിക്കുന്നതിനുമായി ഷേർഷാ സൂരി നിർമ്മിച്ചതാണ് ഷാഹി അഥവാ രാജകീയ റോഡ്. ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര വരെ തന്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്തുന്നതിനും ഒരുമിപ്പിക്കുന്നതിനുമായി ഷേർഷാ സൂരി നിർമ്മിച്ചതാണ് ഷാഹി അഥവാ രാജകീയ റോഡ്. ഷാഹി റോഡിന്റെ മറ്റൊരു പേരാണ് രാജകീയ റോഡ്. ഇത് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര വരെയാണ് ബന്ധിപ്പിക്കുന്നത്. കൽക്കത്ത പെഷവാറുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇത് അമൃത്സർ മുതൽ കൊൽക്കത്ത വരെയാണ്. ഇതിനെ 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തേത് ഡൽഹി മുതൽ അമൃത്സർ വരെ, രണ്ടാം ഭാഗം ഡൽഹി മുതൽ കൊൽക്കത്ത വരെ. NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വിവിധ ഘട്ടങ്ങളായിട്ട് ചില വൻ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ 4 വലിയ മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 5846 കിലോമീറ്റർ ദൈർഘ്യവും 4-6 വരി പാതയുള്ള അതിവേഗ ഗതാഗത ഇടനാഴിയുടെ നിർമ്മാണം. ഈ പാതയുടെ നിർമ്മാണത്തോടെ ഇന്ത്യയിലെ മഹാനഗരങ്ങൾക്കിടയിലെ യാത്രാസമയം, ദൂരം, ചെലവ് എന്നിവ ഗണ്യമായി കുറയ്ക്കാനാവും. സുവർണ ചതുഷ്കോണത്തിന്റെ കിലോമീറ്റർ 5846 കിലോമീറ്റർ. 5846 കിലോമീറ്റർ. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴികൾ. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന 4076 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് തെക്ക് വടക്ക് ഇടനാഴി. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കൊച്ചി, സേലം ശാഖ ഉൾപ്പെടെയാണ്. അസമിലെ സിൽച്ചാറിനെ ഗുജറാത്തിലെ തുറമുഖ പട്ടണമായ പോർബന്തറുമായി ബന്ധിപ്പിക്കുന്ന 3640 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. തെക്ക് വടക്ക് ഇടനാഴി കാശ്മീരിലെ ശ്രീനഗറിനെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായും, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി അസമിലെ സിൽച്ചാറിനെ ഗുജറാത്തിലെ പോർബന്തറുമായി ബന്ധിക്കുന്നു. തെക്ക് വടക്ക് ഇടനാഴിയുടെ കിലോമീറ്റർ 4076, കിഴക്ക് പടിഞ്ഞാറ് 3640. സുവർണ ചതുഷ്കോണം 5846. ഭാരതമാല ചെറു തുറമുഖങ്ങൾ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ട് തീരദേശ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള സംസ്ഥാന റോഡുകളുടെ വികസനം. പിന്നോക്ക പ്രദേശങ്ങളിലെ മതപരമായും വിനോദസഞ്ചാര പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി. സേതു ഭാരതം പരിയോജന എന്ന ഏകദേശം 1500 വമ്പൻ പാലങ്ങൾ, 200 റെയിൽ മേൽപ്പാലങ്ങൾ, കീഴ്പ്പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുന്ന പദ്ധതി. പുതുതായിട്ട് പ്രഖ്യാപിച്ച 5000 കിലോമീറ്റർ ദേശീയപാതയുടെ വികസനത്തിനായിട്ടുള്ള ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കണക്ടിവിറ്റി സ്കീം. 2022 ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. റെയിൽവേ സോൺ ആസ്ഥാനം. മധ്യ റെയിൽവേ സോൺ മുംബൈ CST. പൂർവം കൊൽക്കത്ത. പൂർവമധ്യം ഹാജിപ്പൂർ. പൂർവതീരം ഭുവനേശ്വർ. ഉത്തരം ന്യൂഡൽഹി. ഉത്തരമധ്യം അലഹബാദ്. ഉത്തരപൂർവം ഗോരഖ്പൂർ. ഉത്തരപൂർവ അതിർത്തി മാലിഗാവ് ഗുവാഹത്തി. ഉത്തരപശ്ചിമ ജയ്പൂർ. ദക്ഷിണ ചെന്നൈ. ദക്ഷിണമധ്യ സെക്കന്ദരാബാദ്. ദക്ഷിണപൂർവ കൊൽക്കത്ത. ദക്ഷിണപൂർവ മധ്യ ബിലാസ്പൂർ. ദക്ഷിണ പശ്ചിമ ഹൂബ്ലി. പശ്ചിമ മുംബൈ. പശ്ചിമ മധ്യ ജബൽപൂർ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പൂർവം കൊൽക്കത്ത, ഉത്തരം ന്യൂഡൽഹി, ദക്ഷിണം ചെന്നൈ, പശ്ചിമം മുംബൈ.
മദ്യം മുംബൈ CST. ഇന്ത്യൻ റെയിൽ പാതകളിലെ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. ബ്രോഡ് ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആണ്. 2016 മാർച്ചിലെ കണക്ക് പ്രകാരം ആകെ ബ്രോഡ് ഗേജ് പാതകളുടെ ദൈർഘ്യം 60,510 കിലോമീറ്റർ ആണ്. മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം 1 മീറ്റർ ആണ്. ആകെ ദൈർഘ്യം 2016 മാർച്ച് പ്രകാരം 3880 കിലോമീറ്റർ. നാരോ ഗേജ് ഇതിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം 0.762 മീറ്ററോ 0.610 മീറ്ററോ ആണ്. 2018 കണക്ക് പ്രകാരം 2297 കിലോമീറ്റർ ആണ്. ഇത് പൊതുവെ കുന്നിൻ പ്രദേശങ്ങളിലൂടെയാണ്. കൊങ്കൺ റെയിൽപാത ഇന്ത്യൻ റെയിൽവേയുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് 1998 കൊങ്കൺ റെയിൽപാതയുടെ നിർമ്മാണം. മഹാരാഷ്ട്രയിലെ റോഹയെ കർണാടകത്തിലെ മംഗലാപുരവുമായി ബന്ധിപ്പിക്കുന്ന 760 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽപാത ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. 146 നദികൾ, അരുവികൾ, ഏകദേശം 2000 പാലങ്ങൾ, 91 തുരങ്കങ്ങൾ എന്നിവയിലൂടെയാണ് ഈ പാത കടന്നുപോകുന്നത്. 6.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ തുരങ്കം ഈ പാതയിലാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിൽ പങ്കാളികളാണ്. ദേശീയ ജലപാതകൾ. NW1 അലഹബാദ് മുതൽ ഹാൽദിയ വരെ 1620 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിലൊന്നാണ്. പാട്ന വരെയുള്ള ഭാഗം യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഹരിദ്വാർ വരെയുള്ള ഭാഗം സാധാരണ ബോട്ടുകൾക്കും ഗതാഗത യോഗ്യമാണ്. വികസന ആവശ്യങ്ങൾക്കായി ഇതിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹാൽദിയ, ഫറക്കവ്, പാട്ന, അലഹബാദ്. NW2 സാദിയ മുതൽ ധുബ്രി വരെ 891 കിലോമീറ്റർ. ഇന്ത്യയും ബംഗ്ലാദേശും പങ്കിടുന്ന ബ്രഹ്മപുത്രയുടെ ദിബ്രുഗഡ് വരെയുള്ള ഭാഗം സ്റ്റീബോട്ട് ഗതാഗത യോഗ്യമാണ്. NW3 കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ 205 കിലോമീറ്റർ. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. ഇപ്പം 365 കിലോമീറ്റർ ആണ്. ചെമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡൽ കനാല് എന്നിവയോടൊപ്പം പശ്ചിമതീര കനാലിന്റെ ഭാഗമായിട്ടാണ്. NW4 ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളും കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള ഭാഗത്തെയും കനാലുകളാണ്. NW5 ബ്രാഹ്മണി, മാതായ് നദികളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളും മഹാനദി, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഡെൽറ്റ നീർച്ചാലുകളും ചേർന്നതാണ്. കരേവ ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റ് വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണിത്. വളരെ കാലങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു വിശാലമായ തടാകത്തിന്റെ ഭാഗമായ ഇന്നത്തെ ദാൽ തടാകം പ്രാദേശിക അടിസ്ഥാന നിരപ്പ് ആയി പ്രവർത്തിക്കുന്നത് കാരണമായ കാശ്മീർ താഴ്വരയിൽ ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നത്. ശിവാലിക് ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്തരങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജകീയ സർവേയുടെ ആസ്ഥാനമായിരുന്ന ഡെറാഡൂൺ പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സർവേ വിഭാഗമായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവുമായി മാറി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചില പ്രധാന പർവ്വത കൊടുമുടികളാണ് സാഡിൽ കൊടുമുടി, ഉത്തര ആൻഡമാൻ 738 മീറ്റർ, മൗണ്ട് ഡയാവോളോ, മധ്യ ആൻഡമാൻ 515 മീറ്റർ, മൗണ്ട് കൊയോബ്, ദക്ഷിണ ആൻഡമാൻ 460 മീറ്റർ, മൗണ്ട് തുലവ്, ഗ്രേറ്റ് നിക്കോബാർ 642 മീറ്റർ എന്നിവ. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക, ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലയുടെ സ്വഭാവം, ഘടന, ഭൂപ്രകൃതി, ചരിവ്, നീരൊഴുക്കിന്റെ അളവ്, തുടർച്ച എന്നിവയുടെ ഫലമാണ്. പ്രധാന നീരൊഴുക്ക് മാതൃകകൾ. ഒരു മരത്തിന്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിലാകൃതി മാതൃക. ഇതിനുദാഹരണമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ.
കുന്നിൻ മുകളിൽ നിന്ന് നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ കേന്ദ്ര പ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഇതിന് ഉദാഹരണമാണ്. പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ 90 ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ ജലായുധ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നു. ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദിയുടെ പുനരുജ്ജീവനം എന്നീ ഇരട്ട ലക്ഷ്യത്തോടെ പതാകവാഹക പദ്ധതിയായി 2014 ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. ലക്ഷ്യങ്ങൾ: മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം. ഗംഗാ ഗ്രാമം 2014 ജൂണിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. നർമ്മദ നദീ സംരക്ഷണ ദൗത്യത്തിന്റെ പേരാണ് നമാമി ദേവി നർമ്മദേ. മൺസൂൺ: കരയിലും കടലിലും അന്തരീക്ഷത്തിലും നിന്ന് ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളെ ആധാരമാക്കി മൺസൂണിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. വടക്കൻ ഓസ്ട്രേലിയയിലെ പോർട്ട് ഡാർവിനിലെ 12 ഡിഗ്രി 30 തെക്ക് മുതൽ 131 ഡിഗ്രി കിഴക്ക്, കിഴക്കൻ പസഫിക്കിലെ ഫ്രഞ്ച് പോളിനേഷ്യയിൽ ഉൾപ്പെടുന്ന തഹിതിയിലും അന്തരീക്ഷമർദ്ദത്തിലെ വ്യത്യാസം കണക്കാക്കുക വഴി ദക്ഷിണ ആന്ദോളനത്തിന്റെ ഭാഗമായ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ തീവ്രത കണക്കാക്കാനാകും. 16 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് മൺസൂണിന്റെ സ്വഭാവം പ്രവചിക്കാൻ കഴിയും. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മൺസൂണിന്റെ പ്രഭാവം പ്രവചിക്കുന്നത് 16 സൂചകങ്ങളിലൂടെയാണ്. ഉഷ്ണമേഖലയിലെ പ്രധാന പ്രാദേശിക കാറ്റുകൾ. മാമ്പഴക്കാറ്റ്. വേനലിന്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്ന മൺസൂണിന് മുന്നോടിയായുള്ള വേനൽ മഴക്കാറ്റുകളാണിവ. മാമ്പഴം നേരത്തെ പഴുത്ത് പാകമാക്കാൻ സഹായിക്കുന്നതിനാൽ ഇവ പ്രാദേശികമായി മാമ്പഴക്കാറ്റ് എന്നറിയപ്പെടുന്നു. കാപ്പി പൂവിടും മഴ. കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി പൂക്കുന്നത് ഈ മഴയോടെയാണ്. നോർവെസ്റ്റ്. ബംഗാളിലും അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണിവ. വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം വരുന്ന കാൽബൈശാഖി എന്ന പ്രാദേശിക നാമത്തിൽ നിന്നുതന്നെ ഇവയുടെ വിനാശകരമായ സ്വഭാവം വ്യക്തമാണ്. ഈ കാറ്റുകൾ തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾ അനുകൂലമാണ്. അസമിൽ ഇവ ബർദോളി ചീര എന്നറിയപ്പെടുന്നു. ലൂ. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട കാറ്റുകളാണ്. ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിൽ ഇവയുടെ തീവ്രത കൂടുതലായിരിക്കും. ലൂ അനുഭവപ്പെടുന്നത് പഞ്ചാബ് മുതൽ ബീഹാർ വരെയാണ്. ഡൽഹിക്കും പാറ്റ്നയ്ക്കുമിടയിൽ തീവ്രത കൂടുതലായിരിക്കും. ഋതുക്കൾ അതനുഭവപ്പെടുന്ന മാസങ്ങൾ. വസന്തം മാർച്ച് മുതൽ ഏപ്രിൽ വരെ, ഗ്രീഷ്മം മെയ് ജൂൺ, വർഷം ജൂലൈ ഓഗസ്റ്റ്, ശരത് സെപ്റ്റംബർ ഒക്ടോബർ, ഹേമന്തം നവംബർ ഡിസംബർ, ശിശിരം ജനുവരി ഫെബ്രുവരി, ഹേമന്തം നവംബർ ഡിസംബർ, ശരത് സെപ്റ്റംബർ ഒക്ടോബർ, വർഷം ജൂലൈ ഓഗസ്റ്റ്, ഗ്രീഷ്മം മെയ് ജൂൺ, വസന്തം മാർച്ച് ഏപ്രിൽ. നിയതമായ രാസഭൗതിക സവിശേഷതകളോട് കൂടിയ ജൈവമോ അജൈവമോ ആയ പ്രകൃതി വസ്തുക്കളാണ് ധാതുക്കൾ. നിയതമായ രാസഭൗതിക സവിശേഷതകളോട് കൂടിയ ജൈവമോ അജൈവമോ ആയ പ്രകൃതി വസ്തുക്കളാണ് ധാതുക്കൾ. പ്രധാന വ്യവസായ മേഖലകൾ. പ്രധാന വ്യവസായ മേഖലകളെ 8 ഭാഗങ്ങളായിട്ട് തിരിക്കാം. മുംബൈ പൂനെ മേഖല, ഹൂഗ്ലി മേഖല, ബംഗളൂരു തമിഴ്നാട് മേഖല, ഗുജറാത്ത് മേഖല, ഛോട്ടാനാഗ്പൂർ മേഖല, വിശാഖപട്ടണം ഗുണ്ടൂർ മേഖല, ഗുരുഗ്രാം ഡൽഹി മീററ്റ് മേഖല, കൊല്ലം തിരുവനന്തപുരം മേഖല. പ്രധാന വ്യവസായ മേഖലകളിൽ 8 എണ്ണമാണ്. അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്നത് കൊല്ലം തിരുവനന്തപുരം മേഖലയാണ്. കൊല്ലം തിരുവനന്തപുരം മേഖല. തമിഴ്നാട്ടിൽ നിന്നും ബംഗളൂരു തമിഴ്നാട് മേഖല, പിന്നെ
മുംബൈ പൂനെ മേഖല, ഹൂഗ്ലി മേഖല, ഗുജറാത്ത് മേഖല, ഛോട്ടാനാഗ്പൂർ മേഖല, വിശാഖപട്ടണം ഗുണ്ടൂർ മേഖല, ഗുരുഗ്രാം ഡൽഹി മീററ്റ് മേഖല എന്നിവ മറ്റ് മേഖലകളാണ്. ചെറു വ്യവസായ മേഖലകളായിട്ട് 13 എണ്ണത്തെയും തിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് വടക്കൻ മലബാർ.